ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് അധികം പെറ്റൂണിയയുടെയും അതേ കണക്ക് തന്നെ ഹാങ്ങിങ് വിങ്ക, എക്സോട്ടിക് വെറൈറ്റി വിങ്കകൾ, അതേ കണക്ക് തന്നെ കുറച്ച് മിനി പെറ്റൂണിയ അല്ലെങ്കിൽ മില്യൺ ബെൽസ്, ഇതിൻ്റെയൊക്കെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മളുടെ കയ്യിൽ കുറച്ചധികം പെറ്റൂണിയ പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പെറ്റൂണിയ പ്ലാന്റ് ആണ് നമ്മളുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വൈറ്റ് നാടൻ ഡബിൾ പെറ്റൽസ് പെറ്റൂണിയാണ്, നാടൻ പെറ്റൂണിയാണ്. നല്ല രീതിയിൽ കട്ടിങ്സ് പിടിക്കുന്ന ഒരു നാടൻ പെറ്റൂണിയാണിത്. ഇതാണ് നമ്മളുടെ കയ്യിലുള്ള ഫസ്റ്റ് സെയിലിനായിട്ടുള്ള പെറ്റൂണിയ. അടുത്തത് ഐവറി പെറ്റൂണിയാണ്. അടുത്തത് നമ്മളുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി മൂന്നാമതായിട്ട് നമ്മളുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് മിനി പെറ്റൂണിയാണ് അല്ലെങ്കിൽ മില്യൺ ബെൽസ്. മില്യൺ ബെൽസിൻ്റെ റെഡ് കളറിലെ പെറ്റൂണിയാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഈ പ്ലാന്റുകളുടെ എല്ലാം പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അടുത്തത് ഈസി വേവിൻ്റെ റെഡ് പെറ്റൂണിയാണ്. ഇത് സീഡിട്ട് പിടിപ്പിച്ച തൈകളാണ്. ഈ പെറ്റൂണിയാണ് അടുത്തായിട്ട് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ചെറി കളറിലെ സ്പ്രെഡിങ് ടൈഡൽ വേവ് സ്പ്രെഡിങ് പെറ്റൂണിയാണ്. അടുത്തത് മിനി പെറ്റൂണിയ അല്ലെങ്കിൽ മില്യൺ ബെൽസിൻ്റെ ഡബിൾ പെറ്റൽസ് വരുന്ന മിനി പെറ്റൂണിയാണ് അല്ലെങ്കിൽ മില്യൺ ബെൽസ് ആണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ രീതിയിൽ ഒരു മഞ്ഞ കളറിലെ ഷെയ്ഡ് കൂടി ഈ പെറ്റൂണിയയിൽ വരുന്നുണ്ട്. അടുത്തത് ഇനി നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് എക്സോട്ടിക് വെറൈറ്റിയിലുള്ള വിങ്കളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് നീളത്തിൽ പോകാതെ ചട്ടിയിൽ തന്നെ ബുഷായി നിന്ന് നിറയെ പൂക്കൾ പിടിക്കും. ഫസ്റ്റ് തന്നെ നമ്മളുടെ കയ്യിലുള്ളത് ഈ ബ്ലൂബെറി കളറിലെ വിങ്കാണ്. നെക്സ്റ്റ് നമ്മളുടെ കയ്യിലുള്ളത് ടാറ്റു സ്ട്രോബെറി എന്ന് പറയുന്ന ഈ ഒരു വിങ്കയാണ്. ഇത് റോസ് കളറിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് റോസ് ഡോട്ട് വരുന്നതാണ് ഈ പൂവിൻ്റെ ഷെയ്ഡ്. നെക്സ്റ്റ് നമ്മളുടെ കയ്യിൽ ഈ കാണുന്ന പർപ്പിൾ പ്ലം എന്ന് പറയുന്ന ഒരു വിങ്കയാണുള്ളത്. അടുത്തത് ഇതും ഒരു എക്സോട്ടിക് വെറൈറ്റി സൂപ്പർ അടിപൊളി, ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്. ഈ ഒരു ഷെയ്ഡിലുള്ള വിങ്കയാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഉള്ളത് കുറച്ചധികം ഹാങ്ങിങ് വിങ്കാസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് തന്നെ ഉള്ളത് ഈ ഒരു കളറാണ്. റോസിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഡോട്ട് വരുന്ന ഈ ഹാങ്ങിങ് വിങ്കയാണ് ഫസ്റ്റ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഈ ഒരു ഹാങ്ങിങ് വിങ്കയാണ്. ഇത് റെഡ് കളറാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഇതിൻ്റെ പൂക്കൾക്ക് വലിപ്പം കുറവ്, അല്ലെങ്കിൽ വലിയ പൂക്കളാണ് പിടിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഹാങ്ങിങ് വിങ്കയാണ്. ലാവൻഡർ ഷെയ്ഡ് കളറിലെ ഒരു ഹാങ്ങിങ് വിങ്കയാണ്. നെക്സ്റ്റ് ഈ കാണുന്ന ഒരു ഹാങ്ങിങ് വിങ്കയാണ്. ഇത് റെഡ് കളറാണ് എങ്കിലും ഇതളുടെ നടുക്കായിട്ടും സൈഡിലുമായിട്ടൊക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ടാറ്റു ഇനത്തിൽപ്പെടുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലെ ഒരു ഹാങ്ങിങ് വിങ്കയാണ്. ഇത് ടാറ്റുവിൻ്റെ തന്നെ കടുത്ത ഓറഞ്ച് കളറിലെ ഹാങ്ങിങ് വിങ്കയാണ്. മുന്നേ കാണിച്ച പൂവും ഈ പൂവും രണ്ടും രണ്ടാണ്. ഇത് ക്യാമറയുടെ ഇതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത്. നെക്സ്റ്റ് ഈ കാണുന്നൊരു പീച്ച് കളറിലെ ഹാങ്ങിങ് വിങ്കയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഈ കാണുന്ന ബ്ലാക്ക് മൂൺ ഹാങ്ങിങ് വിങ്കയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൈറ്റിൻ്റെ നടുക്ക് ഒരു റെഡ് ഡോട്ട് വരുന്ന ഈ ഒരു ഹാങ്ങിങ് വിങ്കയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവസാനമായിട്ട് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വിങ്ക ഇതാണ്. ഇത് ഹാങ്ങിങ് വിങ്കാണോ എന്ന് വെച്ചാൽ ഒരു ഹാങ്ങിങ്ങും അല്ല, അതേ കണക്ക് തന്നെ ഗ്രൗണ്ട് വിങ്കാണോ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് വിങ്ക അല്ല. രണ്ടിൻ്റെ രീതി കൂടെ ചേർന്ന് വരുന്ന ടൈപ്പിൽ ഒരു വിങ്കയാണ്. സ്പ്രെഡിങ് വിങ്ക എന്ന് നമ്മളിതിനെ പറയും. അപ്പം ഇത്രയും വിങ്കകളാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ വിങ്കകളുടെയും അതേ കണക്ക് തന്നെ പെറ്റൂണികളുടെയൊക്കെ പ്ലാന്റ് സൈസുകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഈ കാണുന്നതെല്ലാം നമ്മളുടെ വിങ്കകളുടെയും ഹാങ്ങിങ് വിങ്കയുടെയൊക്കെ പ്ലാന്റ് സൈസുകളാണ്. മഴക്കാലമാണെങ്കിൽ നമുക്കിത് വളർത്തുന്നതിൽ പാടൊന്നുമില്ല. ഷെയ്ഡിൻ്റെ അടിയിൽ വെച്ച് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. ഇനി ഈ കാണുന്നതാണെങ്കിൽ നമ്മൾ മിക്സഡ് സീഡിട്ട് പിടിപ്പിച്ച കുറച്ചധികം വിങ്കകളാണ്. ഇതിൻ്റെ കളർ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ വിങ്കകൾ ഇല്ലാത്തവർക്ക് ഇത് മേടിച്ച് വളർത്തുന്നത് നല്ലതാണ്. കാരണം അതിലേതെങ്കിലും ഒരു കളർ മേടിച്ചാൽ ഏതെങ്കിലും നല്ലൊരു ഷെയ്ഡ് കിട്ടും. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മളുടെ പെറ്റൂണിയയുടെ പ്ലാന്റ് സൈസുകളാണ്.
അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സുകൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ടുള്ള പ്ലാന്റ്സുകളുടെ ഫോട്ടോകൾ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക. അപ്പം ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.